നമ്മൾ ഇന്ത്യ എന്നും പറഞ്ഞ് പുറത്തുപോയി കളിക്കുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും ഹോങ്കോങ്ങിനോടോ മറ്റോ ഒന്നും കളിക്കുന്ന പോലെ അല്ലല്ലോ. അത് നിങ്ങൾ വലിയ ടീമുകളായിട്ട് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമ്മർദ്ദമുണ്ട്. ആ സമയത്ത് ഞാൻ രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്ന്, കളിക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഭവിച്ച സമ്മർദ്ദം, അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് അന്നത്തെ? ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊന്നും അങ്ങനെ ഒന്നും പറയാൻ പറ്റും. സാധാരണ കളിക്കാരെ കൊണ്ട് ടീമിനെ കൊണ്ടുവന്ന് ക്ലബ്ബ് ടീമിനെ കൊണ്ടുപോയി കളിപ്പിക്കുന്ന ആ ഒരു ഇതല്ലാണ്ട് ഇന്ത്യൻ ടീമിന് സ്പെഷ്യലായിട്ട് ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിനൊന്നും കിട്ടുന്നതൊന്നുമില്ല. ഇല്ല, കെയർ അങ്ങനത്തെ ഒന്നും നമ്മൾ ചിന്തിക്കാനേ പറ്റില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ടീമിൽ കയറുന്ന തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, മനസ്സിലായോ? പിന്നെ നമുക്ക് അവരോട് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അവരെന്താ അലോട്ട് ചെയ്യുന്ന ഫെസിലിറ്റീസ് അത് നമ്മൾ അവെയിൽ ചെയ്യാന്നല്ലാണ്ട് നമുക്ക് വന്നിട്ട് ഞങ്ങൾക്ക് അത് വേണം, ബെഡ്റൂം വേണം, ഇത് വേണം എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ടുള്ള ചാൻസേ തരില്ല. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരടുത്ത സ്റ്റെപ്പ് ഒഴിവാക്കുക. ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അല്ലാണ്ട് ഇന്ത്യ ടീം നന്നാക്കണം. ഇപ്പം ഞാൻ തന്നെ പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാം. എനിക്കെൻ്റെ അനുഭവം, ഞാൻ ഇന്ത്യൻ ടീമിൽ പോകുന്നു. അന്ന് ഫസ്റ്റ് മെർദേക്ക ഫുട്ബോൾ ടൂർണമെന്റ്, അത് പിന്നെ കോലാലംപൂർ. അന്ന് മറ്റേ മക്കൻ സിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ, മനസ്സിലായോ? അത് ഏഷ്യൻ ഗെയിംസിന്റെ ക്യാമ്പ് കിടക്കുന്നുണ്ട്. ആ ക്യാമ്പിലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു ടീമിനെ പ്രിപ്പയർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഫസ്റ്റ് ഗോൾ കീപ്പർ മോഹൻ ബാഗിന്റെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും സെക്കൻഡ് ഗോൾ കീപ്പർ ഞാനും ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ തന്ന് ഒരേ ഒരു മലയാളി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ തലേന്ന് വർഷം മർദേക്കയ്ക്ക് പോയപ്പം ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് തന്നെ 3 പേരുണ്ടായിരുന്നു. ഞാനും സുധീർ, പ്രസന്നൻ, പിന്നെ അത് കഴിഞ്ഞ് ചാത്തൂണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് കേരളത്തിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ വർഷം പോകുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഗോൾ കീപ്പർ, സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് മലേഷ്യയായിട്ട് കളിക്കുമ്പം ഈ ഗോൾ കീപ്പർ കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് തന്നെ 5 ഗോൾ വാഴിച്ചു. അവിടുന്ന് കിട്ടു സാറായിരുന്നു അന്ന് കോച്ച്, ഒളിമ്പ്യൻ കിട്ടു, പുള്ളിക്കാരനായിരുന്നു കോച്ച്. പുള്ളിക്കാരൻ വന്ന് എന്നെ പിടിച്ച് കളിപ്പിച്ചു. അങ്ങനെ ഞാൻ വന്ന് ഹോങ്കോങ് ആയിട്ടും തായ്ലാൻഡ് ബാക്കിയുള്ള ഹാഫ് ടീമും എല്ലാം കളിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഇവിടെ ആകെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു, സുധീർ, ഗോൾ കീപ്പർ സുധീർ. അപ്പോൾ എന്നോട് കിട്ടു സാറ് പറഞ്ഞു, എന്തായാലും സേതു ഏഷ്യൻ ഗെയിംസിന് പോകും, 74 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിന് സേതു പോകും പറഞ്ഞു. അപ്പം ഞാൻ ആ സന്തോഷത്തിൽ നിന്നു. അപ്പോൾ എനിക്കിത്ര ഷുഗറൊന്നുമില്ല, പക്ഷെ നമുക്ക് കിട്ടിയത് അവളങ്ങനെ എനിക്ക് അത് കിട്ടും. ഞാനാണ് വലിയ കളിക്കാരെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൊരു കളിക്കാരനും ഞാൻ ഭയങ്കര കളിക്കാരനാണ്, ഇന്ന് ഗോൾ അടിക്കും അല്ലെങ്കിൽ ഇന്ന് ഗോൾ സേവ് ചെയ്യും, അതൊന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ കളി കഴിഞ്ഞു, ഇവിടെ ബാംഗ്ലൂർ വന്നു. ആ കളിയിൽ ആ ഗോൾ കീപ്പർ, ബംഗാളിൻ്റെ ഗോൾ കീപ്പർ അന്ന് തന്നെ പോയി ട്രെയിനിന് റിസർവേഷൻ നടത്തി കൽക്കട്ടയ്ക്ക് പോകാൻ വേണ്ടി. ടീം അനൗൺസ് ചെയ്തപ്പം ഞാൻ പുറത്തുപോയി. അപ്പോഴും എനിക്ക് സങ്കടമൊന്നും ആയിട്ടില്ല. കാരണം അവരെ പ്രൊസീജിയർ നമ്മളതിനകത്ത് ഞാൻ അവനൊക്കെ നല്ല കളിച്ചു, അവർക്ക് എന്താ കണ്ട്. പക്ഷെ നെക്സ്റ്റ് ഡേ പേപ്പർ കണ്ടപ്പം ഞാൻ വളരെ ശരിക്കും വെർച്വലി കരഞ്ഞുപോയി. കാരണം ഞാനറിയാത്ത കാരണം ഇന്ത്യൻ ടീം മെർദേക്കയിൽ തോറ്റു. എന്താ കാരണം, ഈ മെർദേക്കയിലെ പെർഫോമൻസ് മോശം എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ ഗെയിംസിന് ടീം പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലെയിം എൻ്റെ പേരിലേക്ക് ചേർത്ത്. അത് ചോദിക്കാൻ ആരുമില്ല. ഈവൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ കൂടി ചോദിച്ചില്ല. അന്നത്തെ മാനേജറായി പോയതാരെന്നറിയോ? KFAന്റെ ഇവിടുത്തെ പ്രസിഡന്റ്, ഒരേ ഒരു വ്യക്തി. കാരണം ഞാൻ അവരുടെ പുള്ളിക്കാട് നേരിട്ട് പോയി ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ ഇവിടുന്ന് വളർന്നു വന്ന കുട്ടിയല്ലേ, എനിക്ക് സെലക്ഷൻ തരണ്ട, പക്ഷെ എൻ്റെ പേരിൽ എങ്ങനെ കുറ്റം ചാർത്തി? ഫസ്റ്റ് ഗോൾ കീപ്പറുള്ള സമയത്ത് സെക്കൻഡ് ഗോൾ കീപ്പർ എങ്ങനെ കുറ്റം ചാർത്തുന്നു? അതിനൊന്നും അവർക്ക് മിണ്ടാറില്ല. കാരണം അവർ ആ പൊസിഷനെ നോക്കുന്ന, അവർക്ക് ഈ ഒരു ലെവലിലേക്ക് വന്നില്ലേ. അങ്ങനെയാണ് എല്ലാ കാരണങ്ങളും ഉണ്ടായത്. ഒരുപാട് അങ്ങനത്തെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ടീമിന്, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന കളിക്കാരെന്നുള്ളത്, അതിനവർ വന്നിട്ട് ഇങ്ങനത്തെ പാർഷ്യാലിറ്റിയും റിലീജിയൻസും ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതാക്കുന്നത്. എത്ര കാര്യം ഒരു ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പ് നടക്കുമ്പം ഫസ്റ്റ് അവിടെ എലിമിനേഷൻ ഉണ്ടാവും. 10, 40, 30 അപ്പോൾ കുറച്ചുകൂടി അവനെ കൊഴുത്ത് ഒഴിവാക്കിയ ഒരു പ്ലെയർ പോകുന്നു ആസാമിലേക്ക്. അങ്ങനെ ടീം പോകാൻ പോകുന്ന 2-4 ദിവസം മുന്നേ ആ പ്ലെയർ തിരിച്ചു വരുന്നു. അവിടുത്തെ സെക്രട്ടറി ഇതിന്റെ മാനേജർ ആവുന്നു, ഇവനും പോകുന്നു ടീമിൽ. അപ്പൊ ആലോചിച്ച് നോക്കൂ, അവരെ കമ്മിറ്റ്മെന്റ്, അവരെ ഒരു സിൻസിയറിറ്റി ആലോചിച്ച് നോക്കൂ. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള തന്നെ ഇഷ്ടം പോലെ കളിക്കാറുണ്ട്. പൗലോസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറിയും ഇപ്പോൾ റീസെൻ്റ് ടൈം ഞങ്ങൾ പ്രീമിയർ ടൈസർ പ്ലെയർ ആയിരുന്നു. 9 തവണയാണ് ആൾ ഇന്ത്യൻ ടീമിലെ ക്യാമ്പിലുണ്ടായിരുന്നു. 9 തവണ. പക്ഷെ കളിക്കാനല്ല, ക്യാമ്പിലുണ്ടാവും. ലാസ്റ്റ് മിനിറ്റിൽ അവർ ITA പ്ലെയറെ മറ്റൊരു പ്ലെയറെ കൊണ്ടുവന്ന് അവർ പുറത്തു പോകും. അപ്പം ഞാൻ പറയുന്നത്, ആ ഒരു സിൻസിയറിറ്റി, ഒരു സെലക്ഷൻ എന്ന് പറയുമ്പം ഓരോരുത്തർ റീജിയണലായിട്ട്
അവിടത്തുള്ള സെലക്ടേഴ്സാരുണ്ടാവും, അവർ സെലക്ട് ചെയ്യും. ഈ കോച്ചസിനും വന്ന് വലിയ ഇതൊന്നുമില്ല. ഇപ്പം PK ബാനർജി, പാഷാഭായി അവരൊക്കെ അന്നത്തെ സ്ഥിരം കോച്ചസ്. അവർക്കൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വന്നിട്ട് എനിക്ക് ഇന്ന പ്ലേയേഴ്സ് വേണമെന്നുള്ള ഇപ്പം കുറേ കൂടെ അങ്ങനെ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫോറിൻ കോച്ചസ് ഒക്കെ വരുമ്പം അതിനകത്ത് അവർക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. കളിക്കാരുടെ പെർഫോമൻസ് ഇതല്ല. ഇവരെ മറ്റേ അസോസിയേഷന്റെ അതിനനുസരിച്ച് മൂവ് ചെയ്യണം. ഇപ്പം ഇനിയിപ്പം ഇത്രയും കാലം കൊണ്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതിയിൽ ഇപ്പം കളിക്കുന്നില്ലെങ്കിലും ഫുട്ബോളിൻ്റെ ഒരു വലിയ പാഷൻ മനസ്സിലുണ്ട്, കാണുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഫുട്ബോളിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് നൊസ്റ്റാൾജിക് ആയിട്ട് കുറേയധികം ലോസസ് എനിക്ക് തോന്നുന്നുണ്ട്. സേതുമാധവൻ എന്ന് പറഞ്ഞ ഫുട്ബോൾ പ്ലെയറിന് നഷ്ടങ്ങൾ അതാണ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഇപ്പം നമ്മൾ ഈ നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പം ഈ ഫുട്ബോൾ ഇതായിട്ട് വലിയ ഒരു സ്പെക്ടക്കിൾ ആയിട്ട് വരികയാണ്. നമ്മൾ ഏത് കുട്ടികൾക്കും അറിയാം, എല്ലാ വലിയ കളിക്കാരെ കുറിച്ചും അറിയാം. എംബാപ്പെ നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ്. പിന്നെ മെസ്സിയെ കുറിച്ച് രണ്ടഭിപ്രായമുള്ള വീട്ടിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടാവും. ഇതൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് സേതുമാധവൻ എന്നുള്ള പ്ലെയർ തിങ്ക് ചെയ്യുമ്പം എന്തുകൊണ്ട് പിന്നെ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഇവിടെ കളിച്ചിട്ടുള്ള കളിക്കാർ അവർ കംപ്ലീറ്റ് ഒരു തരത്തിലും ഇപ്പം ഈവൻ IM വിജയന്റെ തലമുറ പോലും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല. അതിനുള്ള ഒരു പ്രധാന കാരണം എന്തായിരിക്കും? ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് വലിയൊരു പോയിന്റ്. അത് കാരണം വെച്ചാൽ അസോസിയേഷന്റെ വിചാരം കളിക്കാർക്ക് വേണ്ടിയുള്ള അസോസിയേഷൻ. അപ്പൊ അവരെ സേഫ്റ്റി, അവർക്കുള്ള വേണ്ട കെയർ കൊടുക്കാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കുന്നേ ഇല്ല. മനസ്സിലായോ? ഒരു കളിക്കാരൻ ഇഞ്ചോർഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് പോയി കണ്ടു കളിച്ചു, മനസ്സിലായോ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേണ്ടി പോയി കളിച്ചു, അവൻ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവരെ ഭാഗത്ത് യാതൊരു സപ്പോർട്ടും ഉണ്ടാവില്ല. മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മളൊക്കെ ഇങ്ങനെ ഇന്ന കളിക്കാരനാവുന്ന ഒരിക്കലും നമ്മൊരു ഫുട്ബോൾ പ്ലെയർക്ക് ചിന്തിക്കാനേ പറ്റില്ല. മറ്റേ അത്ലറ്റിക്സ് ആണെങ്കിൽ ഞാൻ 100 മീറ്റേഴ്സ് ഇത്ര സെക്കൻഡ് കൊണ്ട് ഞാൻ ഓടിയെത്തുന്നു, എനിക്ക് ക്ലെയിം ചെയ്യാം, ഞാൻ ബെസ്റ്റ്, ഇങ്ങനെ നിങ്ങൾ അവനെ സെലക്ട് ചെയ്തു. ഫുട്ബോളിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇവരെ കയ്യിലാണ് കിടക്കുന്നത്. ഈ സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡിസ്ട്രിക്ട് അസോസിയേഷന്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കും. അത് പോസ്റ്റ് കൊടുക്കുക, അവരാണ് സെലക്ടേഴ്സ്. ഇപ്പോഴാണ് കുറേയും കൂടി ചേഞ്ചസ് വന്ന് കളിക്കാരിലേക്ക് വരുന്നത്, കളിക്കാർ സെലക്ടറായിട്ട് വരുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. അപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് സ്വപ്നങ്ങൾ കാണാം, മനസ്സിലായോ? സ്വപ്നങ്ങളെന്ന് കാര്യം സംശയമില്ല. പക്ഷെ ഞാനെപ്പോഴും പറയുന്നതാ, ഞാൻ 10-65 വർഷമായി സ്വപ്നം കാണുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു നല്ലൊരു സ്റ്റേഡിയം ഇവിടെ വരുന്നുള്ള ഉദ്ദേശത്തിൽ. അത് നശിച്ചു. അത് കിട്ടുന്ന കാര്യം സംശയം ഒരു ഇതുമില്ല. ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനേ നമുക്ക് പറ്റുന്നില്ല. അവിടുന്ന് നമ്മൾ ഒരു ഇന്ത്യൻ ടീമിനെയൊക്കെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിങ്. അപ്പോൾ ആ കളിക്കാരൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ സന്തോഷ് ട്രോഫി നടക്കുന്നു, പിന്നെ അന്നത്തെ കാലത്ത് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ലാഭം ഉണ്ടാക്കുന്നു. ഈ ലാഭം തിരിച്ച് കളിക്കാരിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കളിക്കാരെ വളർത്തിയെടുക്കാനോ ഉള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇപ്പം വന്ന് ഒരുപാട് അവര് എന്താ പറയുക പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടെ അതൊന്നും വളരെ എന്താ പറയുക നല്ല കൊണ്ടാകും. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. 2017 നമ്മളിവിടെ വേൾഡ് കപ്പ് നടത്തി, Under 17. മനസ്സിലായോ? അതിന്റെ പ്രോസസ്സ് തുടങ്ങിയത് 2000-ലാണ്. 2005-10 എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് 2017 കളിക്കാരന് കളിക്കാൻ പറ്റില്ല, കാരണം ഏജ് വാറാവും. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുവരെയുള്ള കളിക്കാരെ ഇട്ടിട്ട് വെറുതെ വാട്ടി അവിടെ ഇവിടെ കൊണ്ട് കളിപ്പിച്ചു. 2017 വരുമ്പോഴേക്കും കളിക്കാരില്ല. ഇന്ത്യ ഫസ്റ്റ് ഏതോ കളി ഡ്രോ ആയി, അത് മാത്രമാണ്. അതിനകത്ത് കളിച്ച കളിക്കാരാണ് ഇപ്പം ഈ എന്താണ് ബെല്ലിംഗാം, ബോർഡർ, അങ്ങനത്തെ ഒരുപാട് കളിക്കാർ, ഇഷ്ടം പോലെ കളിക്കാർ കളിക്കും. അതാ ഞാൻ പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇത് എന്ന് വെച്ചാൽ അവർക്ക് ഒരുമാതിരി ഒരു പുച്ഛമായിരുന്നു. കാരണം ഈ ഒരു ഫുട്ബോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമി തുടങ്ങിയിരുന്നു, കരുണേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ. അവരാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു പുള്ളിക്കാരാണ് കഷ്ടപ്പെട്ട് കുട്ടികളെ ട്രെയിനിങ്. അന്ന് ഇവർക്കൊരു ഇതായിരുന്നു, അവിടെ കുട്ടികളെ അടുത്ത് പരിശീലിപ്പിക്കുന്നത് എന്ത് കിട്ടാനാണ്. അവരെ മാഗസിൻ ഉണ്ടായിരുന്നു, അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആലോചിച്ച് നോക്കുക നമ്മൾ. ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്താണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാന്നുള്ള ഒരു ആഗ്രഹം. ഈ അക്കാഡമീസൊക്കെ തുടങ്ങുന്നപ്പോഴാണ് ഇപ്പോൾ വളരെ ലേറ്റ് ആയിട്ടാണ്.
2000 അതിനിടെ കുറേ കൂടിയും ശക്തി പ്രാപിച്ചത്. അതിൽ വന്നിട്ട് ഈ പറയുന്ന മാതിരി അന്നത്തെ കാലത്ത് അതുമില്ല. കുട്ടികൾ ഇങ്ങനെ കളിച്ചു വരുന്ന അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു 2 കളിക്കാർ ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് ഒരുപാട് കളിക്കാറുണ്ടായിരുന്നു ഈ ഇന്ത്യൻ ടീമിൽ. സത്യൻ, ഷറഫ് അലി, മുരുകേഷ്, മാത്യു, വ്യാസ്, അങ്ങനത്തെ ഒരുപാട് കളിക്കാർ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താ കാരണം, അവര് ബേസിക് പഠിക്കുന്ന സമയത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയുള്ള കളിക്കാരായിരുന്നു. ഷറഫ് അലി അല്ലെങ്കിൽ മറ്റേ വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലായിട്ട് കുറേ അവർക്കുള്ള കഴിവുകളുണ്ട്. അതവർക്ക് അവർ സ്വന്തമായിട്ട് അത് ഡെവലപ്പ് ചെയ്തു. പിന്നെ കോച്ചസിൻ്റെ അടുത്ത് കിട്ടുന്നത് അത് കിട്ടിയിട്ട് അവർ വളർന്നു വന്നു. അതുകൊണ്ട് അവർക്ക് വന്നിട്ട് ഇന്ത്യൻ ടീം കളിക്കാൻ പറ്റി. പിന്നീട് വന്ന കൂട്ടർക്ക് അങ്ങനെ കിട്ടുന്നില്ല, നല്ലൊരു ക്യാമ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് മാച്ച് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ദൗർലഭ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ വേൾഡ് കപ്പ് കാണുന്നുണ്ടാവുമല്ലോ. അതിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ കളിയും കാണുന്നില്ല, സെലക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാണുന്നില്ലേ. അതെ. അപ്പൊ അതിനകത്ത് ഇപ്പം മാറിയ നിയമങ്ങൾ, മാറിയ സൗകര്യങ്ങൾ, പിന്നെ ഒരു ഫുട്ബോൾ എന്നുള്ള ഇതിൽ പലരും അഭിപ്രായപ്പെടുന്നത് എന്താ വെച്ചാൽ ഇപ്പം വാറൊക്കെ വന്നതോടുകൂടി ഒരു VAR വരുന്നതോട് കൂടിയിട്ട് ഫുട്ബോളിൻ്റെ ഇത് പോയി, ഹൈഡ്രേഷൻ ബ്രേക്ക് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഫ്ലോ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരാതികൾ ലോകവ്യാപകമായിട്ട്, കേരളത്തിലൊന്നല്ല ലോകവ്യാപകമായിട്ട് തന്നെ ഇത്തരത്തിൽ ക്രിറ്റിസിസം വരുന്നുണ്ട്. എന്താ തോന്നുന്നത്? ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പ്രപ്പോസൽ വന്നിരുന്ന ബ്രേക്ക് കൊടുക്കണം എന്ന്. എന്തിനാ വെച്ചാല് TV കവറേജിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അന്ന് ഈ ഹൈഡ്രേഷൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. അന്ന് ഈ നമ്മളെ വ്യൂവേഴ്സ് ഏറ്റവും അധികം കിട്ടുന്നത് ക്രിക്കറ്റിനാണ്. കാരണം ഓരോ ഓവർ കഴിഞ്ഞ് ബൗൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൈമോ ഇങ്ങനെ ഇത് കാണിച്ചാൽ പിന്നെ ഒരു 10 മിനിറ്റ് കാണിക്കും. അങ്ങനെയുള്ള ആ സമയം ഇതിന് കിട്ടുന്നില്ല. അപ്പൊ ഇത് 90 മിനിറ്റ്സ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞാലേ അവർക്ക് ബ്രേക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ 45 കഴിഞ്ഞാൽ പിന്നെ കിട്ടുള്ളൂ. അപ്പൊ വളരെ ചുരുക്കം ഒരു 1.5-2 മണിക്കൂറിന്റെ പ്രോഗ്രാമിനിടയിൽ ഇവർക്ക് ആഡ് കുത്തിക്കയറ്റാനുള്ള അവസരം ഉണ്ടാവില്ല. അതിന് വേണ്ടി അന്നൊരു നിർദ്ദേശം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട്, പക്ഷെ യൂറോപ്യൻ യൂണിയൻ അത് ഭയങ്കരമായിട്ട് എതിർത്തു. അവരത് അതിന് ഒബ്ജക്ട് ചെയ്യുന്നത് കളിന്റെ UEFA അവരും ഇംഗ്ലണ്ട് ഫുട്ബോൾ EPL ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവരെ കൂട്ടരൊക്കെ എതിർത്തുന്നത്. കാരണം വെച്ചാൽ അതിലെ ചാമ് പോകും, ഫുട്ബോളിന്റെ ചാമ് പോകും. പക്ഷെ ഇപ്പൊ അത് കൊണ്ടുവന്നുണ്ട്. ഞാൻ ഒരു കാലത്ത് നോക്കുമ്പോൾ ഇത് നല്ലതാന്ന് തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ 45 മിനിറ്റിൽ ഒരു ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി റിഫ്രഷ് ആയിട്ട് ഒന്നുകൂടി കളിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, കുറേ കൂടി സ്പീഡായിരുന്നു ഗെയിം. ചെറിയ ടീമെല്ലാം നല്ല ഫൈറ്റ് കൊടുക്കുന്നു. അപ്പൊ ഇതിനൊരു കാരണം അത് 45 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്ന നല്ല കാരണമാണ്. അവരിപ്പം അവിടെ പറയുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്, പിന്നെ ടെമ്പറേച്ചർ അതിന്റെ പേരിലാണെങ്കിൽ കൂടെ. പക്ഷെ അവിടെയൊക്കെ നേരത്തെ കളി നടന്നേരവും ബ്രേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ഈ ബ്രേക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് ഒന്നിതാ. പിന്നെ വാറ് വന്നു കഴിഞ്ഞാല്, കാരണം ഇപ്പൊ ഈ വേൾഡ് കപ്പിനൊക്കെ ഒരു ടീം രാജ്യങ്ങളെ കളിക്കുന്നത്, മറ്റേ ഫുട്ബോൾ ടൂർണമെന്റ് അല്ല. അപ്പൊ രാജ്യങ്ങൾ കളിക്കുമ്പം ഒരു ഓഫ് സൈഡിൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ് 4 കൊല്ലത്തെ ഇത് വരികയാണ്. അധ്വാനം പോവുക, ഇൻവെസ്റ്റ്മെന്റ് പോകും. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അതിന് നല്ലതാണ് വാറ്, പക്ഷെ നല്ലതാണ്. പക്ഷേ ഈ വാറിൽ ഇരിക്കുന്ന കൂട്ടരും അതിനുള്ള കേപ്പബിലിറ്റി ആയിട്ടില്ലായിരിക്കണം. പ്രോപ്പറായിട്ടില്ല ഗൈഡ് ചെയ്യാൻ, അവർക്ക് അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള നല്ല കഴിവെന്തൊക്കെ വേണം. ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ മാതിരി റിലാക്സ് ചെയ്താൽ, ലാക്സിറ്റി എന്ന് പറയില്ലേ നമ്മള്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം. ഇപ്പൊ ഈവൻ റെഫറി പോണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പാരാഗ്വേ വേഴ്സസ് ഫ്രാൻസ്, ആ എംബാബേനെ എന്തെല്ലാം ചെയ്തു അയാൾ കണ്ടിട്ട് കാണാത്ത മരുന്ന് അടിക്കും. എന്നിട്ട് അവസാനം ഫ്രാൻസിന്റെ ഒരു പ്ലെയറിനാണ് യെല്ലോ കാർഡ് എന്തോ കാണിച്ചത്. അതേമാതിരി ലിവർപൂൾ പിന്നെ അർജന്റീന കാച്ച് അടി. എനിക്ക് വ്യക്തമായിട്ട് തന്നെ ആ ഒരു ഡിസിഷൻ വളരെ റോങ് ആയിരുന്നു. കാരണം ഒരു ഗോൾ അടിച്ച ഫൗള് മറ്റേ ഭാഗത്ത് നടന്നിട്ട് അത് പോയി മൂവ്മെന്റ് ആയി ഗോൾ അടിച്ചതിന് ശേഷം അതിന് വന്നിട്ട് ക്ലെയിം ചെയ്തൊരു വാറ് ഉപയോഗിച്ചിട്ട് അത് നെഗറ്റീവ് ഇതാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് കടുപ്പുള്ള കാര്യമാണ്. പിന്നെ അതല്ല, നമ്മൾ ഈ എന്താ പറയുക, സൈക്കോളജിക്കലി ഈ പ്രോമിനന്റ് ടീം സപ്പോർട്ട് വരുമ്പം അവരെ ഡിസിഷനൊക്കെ തെറ്റായി പോവാം. റെഫറീസിന്റെ ഡിസിഷനും ചില സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ടില്ല. അത് നല്ലൊരു ഇത് വേണം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ റെഫറീസ് പേര് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനത്തെ സർക്കംസ്റ്റാൻസസ് ഒക്കെ കുറെ തരണം ചെയ്ത കൂട്ടരായിരിക്കും തോന്നുന്നു. എനിക്കത് കാണിച്ചാൽ അവർ കുറേ കൂടി ഫോളോ ചെയ്യുന്ന ആള്. ഇത് അങ്ങനെ ഇല്ലാത്ത കൂട്ടർ, അല്ലാണ്ടെങ്കിൽ അയാളെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് മുഖത്തടിച്ച് പോകുമ്പോൾ അദ്ദേഹം കാണാത്ത വായി നടിക്കുക. ഇതുമാതിരി ഈജിപ്ത് വേഴ്സസ് വരെ കളി അർജന്റീന ഏറ്റവും അധികം യെല്ലോ കാർഡ് കിട്ടിയത് അർജന്റീന ടീം ഇവർക്കാണ്, ഈജിപ്തിന്. അത് നേരെ മറിച്ച് മറ്റവർക്ക് കൊടുത്തിട്ടില്ല. അവരെന്തെല്ലാം ഫൗൾ ചെയ്യുന്നത്, അവർ നല്ല പ്രൊഫഷണൽ കളിക്കാരാ. ഈ ഈജിപ്തിന്റെ മാതിരി പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ കൂടെ ഇത്രത്തോളം കേപ്പബിലിറ്റി ഇല്ല അവർക്ക്.
അർജന്റീന ഓരോ പ്ലെയറും വന്നാൽ ഭയങ്കര വാല്യൂ പേഴ്സാണ്. അവർക്കൊക്കെ ഈ പ്രൊഫഷണൽ മാച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില ടെക്നിക്സും ഇതൊക്കെ പിന്നെ കുറെ ഇതുകൂടിയും എന്താ പറയുക, അതിന്റെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു വ്യത്യാസമുണ്ട്. കാലെങ്ങനെയാണ് ഇടുന്നത്, എവിടെയാണ് ഇടേണ്ടത്, അവൻ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല അറിയാം. കാരണം അത് അവർ ശീലിച്ചില്ല. അപ്പൊ അത് അവർക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് ഫൗള് കണ്ട് റഫറി കണ്ടുപിടിക്കേണ്ടതല്ലേ അതിൽ. ഈ കളിയിൽ ഇപ്പം അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അതായത് ഒരു ഇത്രയും കാലം ഫുട്ബോളിന് വേണ്ടി ജീവിക്കുക, ഇപ്പോൾ അതിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ കളിയിൽ ഒരു ഫൈനലിസ്റ്റുകൾ ആരായിരിക്കും, അതിലാരും ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ? ശരിക്കും ഫ്രാൻസ് ആണ് ഇപ്പോൾ ശരിക്കും നല്ലൊരു കോമ്പറ്റീറ്റീവ് ടീമായിട്ട് കളിക്കുന്നത്. മറ്റേ ഇപ്പോൾ അർജന്റീന അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലണ്ട് മറ്റുള്ള ടീമിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വ്യത്യസ്ത ടീമിൽ നിന്ന് വന്ന പ്ലെയർ ആണെങ്കിൽ കൂടി ആ ഒരു ഇംഗ്ലണ്ട് എന്നുള്ള ആ ഒരു ജോറ് കാണിക്കുന്നില്ല. അതിപ്പോ ഈജിപ്തും കളിച്ചുക്കോ. അതിനാണ് ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞാല് എന്താ ടീം ഒരു കേപ്പ് വെറുതെ അവര് ആ കൂടി 5 ലക്ഷം ആൾക്കാരാണ്. അതേമാതിരി മറ്റേ ഒരു അവര് 1.5 ലക്ഷം ആൾക്കാരാണ്. അവർക്ക് ഈ ബ്രേക്ക് വന്ന് മറ്റേ നേരെ മറിച്ച് ഇവരെ ഓടി തളരും. മറ്റു നല്ല ടഫ് ടീമോടെ കളിക്കുന്ന സമയത്ത് അവർ ഒരുപാട് പാസസ് ചെയ്യും. ഇവർക്ക് അതിന്റെ കൂടെ ഫോളോ ചെയ്ത് ഇവർ ടയർഡാവും. പക്ഷെ ഇവർക്ക് റീക്യൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ക്യാമ്പ് കിട്ടുക. അതാണ് അവരെ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് വരെ. അതൊന്നും ഓർക്കുന്നൊന്നും അറിയില്ല. ഇപ്പൊ വെറുതെ ഒരു പ്ലെയറെ ശരിക്ക് ഫോളോ ചെയ്യുന്ന പെനാൽറ്റിയാണ്. ലെഫ്റ്റ് എക്സ്ട്രീമില് കളിക്കുമ്പോൾ ഒരു ബോൾ വന്നിട്ട് അവര് ഒന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോളാണ്. അതൊന്നും റഫറി കണ്ടിട്ടേ ഇല്ല. പിന്നെ അതേമാതിരി മെസ്സി ഫൗൾ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവരൊക്കെ ഈ പറഞ്ഞ മാതിരി കാലിട്ട് മറ്റേ എന്താ പറയാ, അവർക്കറിയാം എപ്പോഴാണ് ആ കാല് മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ ഫൗള് കിട്ടും എന്നുള്ളത്. പിന്നെ ഒന്ന് ഇംഗ്ലണ്ട് വേഴ്സസ് മാച്ചിലായിരുന്നു പെനാൽറ്റി കൊടുത്തത് കെയിൻ്റെ. അതാ ഞാൻ പറഞ്ഞത് വാറിന്റെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. അത് വീണ്ടും ക്ലിയർ ആയിട്ട് ഇവൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ആര് എന്താ പറയുക, ക്യാപ്റ്റൻ, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ അല്ലേ കെയിന് വന്നിട്ട് ശരിക്കും അവൻ കാണുന്നില്ല ഈ പ്ലെയർ വരുന്നത്. ഈ ബോൾ ഇങ്ങനെ റിവേഴ്സ് കിക്ക് എടുക്കുമ്പോൾ ഇവൻ വന്ന് ആ ബോളിന് കാലിടുക, അവനവിടെ ഉരുണ്ട് വീഴുക. അവനൊന്നും അറിഞ്ഞിട്ട് കൂടി ഇല്ല. പക്ഷെ പെനാൽറ്റി കൊടുത്തു. ഇതെല്ലാം അതെന്തോ കാരണം കംപ്ലീറ്റ് സപ്പോർട്ടേഴ്സ് മെക്സിക്കോ ആണ്. മെക്സിക്കോന് മറ്റേ ചാൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് കൊടുത്തത്. അല്ലാണ്ട് വേറൊന്നും വളരെ ക്ലിയർ. അതല്ലാണെങ്കിൽ വാറിന് കൊടുത്തില്ലെങ്കിൽ വാറിലിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അത് ഈ കാലടിക്കുന്ന അവന് വേണ്ടി കാലിന് മേലേക്ക് എയറിലാണ് ഗ്രൗണ്ടിലാണ് തിരക്കില്ല. ഇവൻ ബോൾ സേവ് ചെയ്യാൻ തോന്നി ഇവൻ കാല് കൊണ്ട് മേലെ വെക്കുന്നു. ഇങ്ങനെ തൊട്ടുന്നേ ഉള്ളൂ. ഇവൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇവൻ കാല് കൊണ്ടിരുന്നു, ബോൾ പോവുകയും ചെയ്തു. പക്ഷെ ഇവൻ അവിടെ ഉരുണ്ട് പറഞ്ഞു വീണു. അല്ല, അതൊക്കെ ഇതാണ് ഒരു ടാക്ടിക്സ് ആണ്. അത് ഈ പറഞ്ഞ മാതിരി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ കളിക്കാരെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നതെന്നൊക്കെ പറയുന്നില്ലേ, ഇന്ത്യക്ക് അങ്ങനെ എക്സ്പോഷർ ഇല്ല. നമുക്കൊന്നും ഇങ്ങനെ ഈ ഇത്ര ബോൾ പൊസഷൻ നിങ്ങൾ കളി കാണാൻ തന്നെ അറിയാം. നമ്മളെ പ്ലെയർ ബോൾ പിടിക്കുന്നതും ഫോറിൻ ടീമിൽ ഒരു കളിക്കാരൻ ബോൾ പിടിക്കുന്നതും കണ്ട് വ്യത്യാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇന്ത്യൻ ടീമിലൊരു പ്ലെയർ ബോൾ പിടിച്ചാൽ അവന് ചെറിയൊരു വരണം, ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം. ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതല്ല ടൈം ആൻഡ് സ്പേസ്, അതും വളരെ ഇമ്പോർട്ടൻ്റാ. ടൈം ആൻഡ് വിചാരിച്ച് ടൈമില്ല, സ്പേസും ഇല്ല. അതും അണ്ടർ പ്രഷറിലാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത്. മനസ്സിലായോ? മറ്റേ വേറെല്ലാ കളിമാരൊന്നുമല്ല. ഈ ഫുട്ബോൾ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം ഡിസിഷൻ മേക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് അണ്ടർ പ്രഷർ. ഇപ്പൊ പെനാൽറ്റി ഒന്ന് കളിച്ച് നോക്കും. മെസ്സി വന്നിട്ട് പെനാൽറ്റിക്ക് ഇടുന്നു, ഒരു പ്രഷറും ഇല്ല. പ്രഷർ ഉണ്ട്, ഇങ്ങനെയാണ് ഗോൾ അടിക്കണം എന്നുള്ള പ്രഷർ, പിന്നെ അവരെ സപ്പോർട്ടേഴ്സിന്റെ പ്രഷർ. അല്ലാണ്ട് ഫ്രീ ആണ്, ഗോൾ കീപ്പറും പോസ്റ്റ് വെക്കുന്നു, എന്നിട്ട് മെസ്സി അടിച്ചിട്ട് ഔട്ടാക്കുന്നു. ഇല്ലേ? അതേ മെസ്സി വളരെ ആ പ്രഷറിന്റെ ഇടയിൽ പോയി ഗോൾ അടിക്കുന്നു. അത് വ്യത്യാസങ്ങളില്ലേ? അപ്പൊ നമ്മളെ ഈ പ്രഷർ എന്ന് പറഞ്ഞത് മാൻ ടു മാൻ കോണ്ടാക്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഇൻഡിവിജ്വൽ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഫ്രീ ആയി സംസാരിക്കാം. മനസ്സിലായോ? ഞാൻ ഫ്രീ ആയി പക്ഷെ ഒരു കൂട്ടം ആളുകളിരിക്കുമ്പോൾ അവർ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പരിചയമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, മറന്നുപോയി ചില കാര്യങ്ങളൊക്കെ. അതങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഈ കളീൻ്റെ സമയത്ത് അത് ആക്ട് ചെയ്യാനുള്ള കഴിവ് നമ്മളെ ISL കളിക്കുന്ന വളരെ ചുരുക്കം കളിക്കാർക്കേ ഉള്ളൂ.
ഇപ്പൊ ഇവര് ഫില്ലപ്പ് ദ ബാങ്ക്സ് എന്ന് പറഞ്ഞ മാതിരി ഈസ്റ്റേൺ സൈഡിലെ ഒരുപാട് കുട്ടികളുണ്ട്. അവർ വല്ല ഹാർഡ് വർക്കിങ്ങാണ്. അല്ലാണ്ട് അവർക്ക് ഈ പറഞ്ഞ മാതിരി മറ്റുള്ള കാലിബറോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവൊന്നുമില്ല. നമ്മളിവിടുത്തെ കേരളത്തിലുള്ള കളിക്കാരെക്കാട്ടൊക്കെ വളരെ മോശമാണ് ശരിക്കും ഞാൻ നോക്കിയിട്ട്, എൻ്റെ അസസ്മെന്റ്. അതിന് അവർ പക്ഷെ എന്താണ് അവരെ ആ മറ്റേ എന്താ പറയാ ഡിറ്റർമിനേഷൻ, അവിടെ ലൈഫ് അങ്ങനത്തെയാണല്ലോ. കാരണം മണിപ്പൂര് മണിപ്പാൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷനെ ഫേസ് ചെയ്തിട്ട് അവർ വരുന്നത്. അതേ ഇതും പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിന്റെ കൾച്ചർ. നമ്മൾ യുദ്ധം ഫേസ് ചെയ്തിട്ടില്ല, ഫൈറ്റിംഗ് ഇല്ല നമുക്ക്. ഫൈറ്റ് നമ്മളെല്ലാം രാജാവിൻ്റെ ഭരണത്തിലും ചക്രവർത്തിയുടെ ഭരണത്തിലും എല്ലാം നമ്മൾ എന്താ പറയുക അവർ പറയുന്നത് കേൾക്കുക എന്നല്ലാണ്ട് ഫ്യൂഡൽ. അത് ഒരു എക്സാമ്പിൾ പറയും, പണ്ട് മറ്റേ യൂഗോസ്ലാവിയൻ കോച്ച് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കോച്ച്. ആ പുള്ളിക്കാരൻ ഇന്ത്യൻ ടീമിനെ ഈ വിജയനൊക്കെ ഉള്ള സമയത്താണ് അവർ വന്നിട്ട് അയാൾ പറഞ്ഞു ഇന്ത്യൻ ടീമിന് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ല, ഒരു ഇതില്ല, എന്താ പറയാ കാലൊക്കെ ഇട്ടത്. അപ്പൊ അയാൾ തന്നെ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തി. അത് വിജയനൊക്കെ ഉണ്ട്. അവൻ ബോക്സിങ്ങും റെസ്ലിങ്ങും അവർ ഗ്രൗണ്ടിൽ മഴയത്ത് ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ അയാൾ പറഞ്ഞെന്താ വെച്ചാല് നമ്മളിവിടെ വന്നിട്ട് കോച്ചിന്റെ മുന്നിൽ വന്നിട്ട് കോച്ചിനോട് സംസാരിക്കുന്ന സമയത്ത് യെസ് സർ, യെസ് സർ, ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ പോവും. തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് പോയിട്ട് പറയും ആ കോച്ച് വേറെ പണിയൊന്നുമില്ല. മറ്റേ അവിടെയല്ല, മറ്റേ സ്ഥലത്ത് കോച്ചിനെ മുന്നിൽ കണ്ണിൽ നോക്കിയിട്ട് ആൾ സംസാരിക്കും. വാട്ട് ഇസ് ദ മിസ്റ്റേക്ക് ഐ കമ്മിറ്റഡ്, യു ടെൽ മീ. അങ്ങനത്തെ ഒരു ഇതില്ലേ, ഒരു എന്താ പറയാ, നമുക്കത് പറഞ്ഞ് ഇതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിവിടെ ഇന്ത്യൻ ഫുട്ബോൾ കുട്ടികൾക്കില്ല, കൾച്ചറിലില്ല. നമ്മള് അത് ഇല്ലാത്ത അധികം പ്രശ്നമാണ്. ഇപ്പൊ ഈ നമ്മളെ എന്താ പറയാ ഈ നമ്മുടെ സറൗണ്ടിങ് ഇന്ത്യന്റെ ചുറ്റും ഇപ്പൊ ഈ കേപ്പ് വെറുതെ നല്ല മറ്റേതൊക്കെ ടീമിൻ്റെ അകത്ത് അവർ ഈ ഒരു അണ്ടർ പോർച്ചുഗലിന്റെ അല്ലേ, അവിടുന്ന് ഒരു പ്ലെയർ പണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കളിച്ചിരുന്നു, നാനി എന്ന് പറഞ്ഞു, കേട്ടിട്ടുണ്ടോ? നാനി എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ പോർച്ചുഗൽ ടീമിനുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറെ കാലം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ പോയി കളിക്കുന്ന ലീഗ് എവിടെയാണെന്ന് പറയാ, പോർച്ചുഗലും അവിടെ ഇവിടെയൊക്കെയാണ്. അല്ല അത് മറ്റേത് വന്നിട്ട് നെതർലാൻഡാ. വെറുതെ എന്ന് പറഞ്ഞത് മറ്റേന്താണ് പേര് കിട്ടില്ല എനിക്ക്, കൊറോസോവ ഇവരെ കൺട്രീൻ്റെ അകത്ത്. അവിടെയും കുറെ കൂട്ടർ നെതർലാൻഡിൽ അവിടെ ഇവിടെയൊക്കെ ലീഗ് കളിക്കുന്നുണ്ട്. നമ്മളെ കേൾക്കുന്ന ടീമുകളല്ല, ബി ഡിവിഷൻ സി ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ ടീമുണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ പോയി കളിക്കുന്ന കളിക്കാർ ഇഷ്ടം എക്സ്പീരിയൻസ് വലുതാണ്. അത് ഒരു ഇതാണത്. ഇപ്പൊ ഫുട്ബോളിന് ഞാൻ പറഞ്ഞില്ലേ, ഞാനെപ്പോഴും പറയും, ഞാൻ സ്വപ്നം കണ്ടതാണ് ചെറുപ്പത്തിലെ ഇവിടെ നല്ലൊരു സ്റ്റേഡിയം വരും. അന്ന് വന്നിട്ട് അന്നത്തെ കുട്ടിക്കാലല്ലേ, നല്ലൊരു സ്റ്റേഡിയം വരും. കാരണം അത്രത്തോളം ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ട്രാജഡി എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോഴിക്കോട്ടുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരൊക്കെ സ്വന്തം അവരെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും കളിയാണ്, ഉറപ്പാ. ഈ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സിൻ്റെ അകത്ത് ഇപ്പം പോയില്ല, ഇതിൻ്റെ മുന്നേ തോട്ടത്തിൽ രവി എൻ്റെ ക്ലാസ്മേറ്റാ, മനസ്സിലായോ? ഞാൻ പറയുന്ന ആ ജനറേഷനിൽ അവിടുത്തെ ഈ കുട്ടികളൊക്കെ വന്നിട്ട് സ്വന്തം അച്ഛൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ കളി കാണാൻ വന്ന കൂട്ടർ, ആ കളിക്കുന്ന കളി കണ്ടുകണ്ടിട്ട് വളർന്ന കൂട്ടരാണ് ഇവരൊക്കെ. ആ വന്ന കൂട്ടർക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കണം, ഇവിടെ ആ ഫുട്ബോളിനെ ജനങ്ങളെ കൂട്ടി നിർത്തുന്നത് ഈ ഫുട്ബോൾ നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാക്കി കളി കാണാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല. 6 കൊല്ലാണ് ഈ സ്റ്റേഡിയം കൺസ്ട്രക്ഷന് ടൈം എടുത്തറിയാം. കംപ്ലീറ്റ് നിർത്തി കളഞ്ഞ് നാഗജിയും എല്ലാം പോയി. ഇപ്പോൾ റിവൈവ് ചെയ്യാൻ നോക്കിയിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം എന്താ പറയുക, ഫുട്ബോൾ നമുക്ക് സ്വപ്നം കാണാം, പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് പ്രാബല്യത്തിലാക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇപ്പം ഇവര് നമ്മുടെ ഹോക്കിനെ റിജുവിനേറ്റ് ചെയ്തത് ഒറീസ ഗവൺമെൻറ്റാണ്. കംപ്ലീറ്റ് അവരവിടെ സ്റ്റേഡിയം കെട്ടി അവർക്കുള്ള അക്കോമഡേഷനും ഇഷ്ടംപോലെ ടൂർണമെന്റ് നടത്തുന്നു, വിമൻസ് ടൂർണമെന്റ്, മെൻസ് ടൂർണമെന്റ് ഒക്കെ നടത്തുന്നു. അതേമാതിരി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇതിന് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് അത് അതിന് ആക്ഷൻ എടുക്കണം. പക്ഷേ ഈ പറഞ്ഞ മാതിരി കളിക്കാരെ മനസ്സിലെപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സെക്യൂർ ആവണം, മനസ്സിലായി? ഇപ്പൊ ഈ കളിക്കുന്ന പ്രൊഫഷണൽ കളിക്കാരെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ലിവർപൂള്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അവരൊക്കെ കളിക്കാർക്ക് അവർ കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നതിന് 2 ദിവസം മുന്നേ സ്റ്റേഡിയം മറ്റേ ക്ലബിൽ വന്നു കഴിഞ്ഞാൽ അവരെ കംപ്ലീറ്റ് ഫാമിലിന്റെ കാര്യങ്ങൾ നോക്കാൻ ലേസൺ ഓഫീസർ ഉണ്ട്. നമ്മളിവിടെ അതാണ് അങ്ങനെയല്ല. ഒരു പ്രൊഫഷണൽ കളിക്കാരനാണെങ്കിലും അവരുടെ വീട്ടിൽ അവനെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ അതൊക്കെ തരണം ചെയ്തിട്ട് വേണം ഈ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ.
പിന്നെ അത് പിന്നെ പൈസ ഒരു കാര്യം ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ നല്ലോണം കളിച്ചാലേ ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ വരുന്ന മറ്റുള്ള ടീമിലെ കളിക്കാരൊക്കെ ഇത്ര ആഞ്ഞു കളിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ടീം അവരെ വിളിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇഞ്ചേർഡ് ആയി പോയി ഈജിപ്തിന്റെ റൈറ്റ് എക്സ്ട്രീം, അവന് പേരിക്ക് ഓർമ്മയില്ല. അവൻ സെക്കൻഡ് ഹാഫിൽ അവൻ ആ 2 ബോൾ എടുത്തിട്ട് 2 ഗോള് ഒരേമാതിരി ബാറ്ററിൽ ഡ്രിബിൾ ചെയ്ത് പോയി പാസ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു. ആ പയ്യൻ പക്ഷെ സെക്കൻഡ് ഹാഫിലാകുമ്പോഴേക്കും ഇഞ്ചുറി വന്നിട്ട് പോയി. പേരെനിക്ക് കിട്ടുന്നില്ല, ഞാൻ നോട്ട് ചെയ്തു. അല്ല അങ്ങനെ ചില നമ്മള് ഈ എന്താ പറയാ, നമുക്ക് ഇപ്പം ഞാനൊക്കെ ഈ ഫീൽഡിൽ ഒരു 10-15 വർഷം ഫുട്ബോൾ കളിച്ചു. ബോൾ പിക്കറായി തുടങ്ങിയ എല്ലാ ലെവലിലും എന്താ പറയാ, ഡിസ്ട്രിക്ട് സെവൻസ് കളിച്ചിട്ടുണ്ട്, 7 ML ജൂനിയർ, അന്ന് സബ് ജൂനിയർ ഒന്നുമില്ല, പിന്നെ ജൂനിയർ, സീനിയർ, ജൂനിയർ ഇന്ത്യ, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ പ്രീമിയർ ടേഴ്സിന് എല്ലാ ടൂർണമെന്റും കളിച്ചു. ഇതൊക്കെയുള്ള വെച്ചിട്ട് നമ്മളെ അനുഭവത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ ഈ അനുഭവം മറ്റുള്ള കളിക്കാരൊക്കെ ഇവിടുത്തെ കോച്ചസിനും ഇല്ല. എന്തെങ്കിലും അവർ കളി കാണേണ്ട അവസരം വേണ്ടേ? നമ്മൾക്ക് മറ്റേ എന്തെങ്കിലും പറ്റി റിവ്യൂ എഴുതിയെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ലൈവായിട്ട് മാച്ച് കണ്ടാലേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് ടി വിയിൽ ഇരുന്നിട്ട് ഇവിടുന്ന് കമന്റ് വരുന്ന ചിലപ്പം നമ്മൾ ശരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവൻ അവിടെ പാസ് കൊടുക്കായിരുന്നു, ഇവിടെ പാസ് കൊടുക്കും. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം വെച്ചാൽ 4 പേര് നിൽക്കുമ്പോൾ 8 കാലം അവിടെ ഉള്ളത് അല്ലേ? 4 പ്ലേയേഴ്സിലൊക്കെ ഈ 8 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. ആ പ്ലേയേഴ്സിൻ്റെ കൂടെ അതാണ് മെസ്സിനെ സംതിങ് ഗ്രേറ്റ് എന്ന് പറയുന്ന കാരണം. 4 പ്ലേയേഴ്സ് നിൽക്കുന്നു, അതിൻ്റെ കൂടെ അവരെ പ്ലെയർ നിൽക്കുന്നു. ഈ ഗ്യാപ്പിൽ കൂടെ പാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ആണ്. അതാണ് അവരെ ജീനിയസ് ആക്കുന്നത്, അവരൊക്കെ ആക്കുന്നത്. അത് ഭയങ്കര കഴിവാണ്. അത് നമുക്ക് നമ്മുടെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞ് മതിയാവും. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്തുള്ള പ്ലെയർ നിൽക്കുമ്പോൾ അവന് മുന്നേ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പ്ലെയർ കാണാൻ പറ്റില്ല, പിന്നെ അവന് പാസ് കൊടുക്കും. അതൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് നമ്മളിവിടെ വന്നിട്ട് പറഞ്ഞ ടെക്നിക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ, ഇഷ്ടംപോലെ ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ടെക്നിക്സ് പഠിപ്പിക്കുന്നത് കറക്റ്റാണ്, പക്ഷെ അണ്ടർ പ്രഷറിലാണോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അണ്ടർ പ്രഷർ വേണം. അപ്പോൾ ടൂർണമെന്റ് മാച്ചസ് കളിക്കണം. മാച്ചസ് കളിച്ചാലേ അണ്ടർ പ്രഷർ വരുള്ളൂ. അപ്പോഴേ നമുക്ക് അതിന്റെ പോരായ്മ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ടീമിനെ ഇത് എന്താ പറയാ കോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റൊണാൾഡോന്റെ മൂവൊക്കെ പറഞ്ഞു കൊടുക്കാം, ചെയ്യാം. പക്ഷേ മാച്ചിന്റെ ഓപ്പണന്റ് വന്നു കഴിഞ്ഞാൽ മുട്ടുകാര് കൂട്ടി വിട്ടു.